ദൈവനാമത്തെ മാറ്റമുണ്ടാകട്ടെ. മനുഷ്യന്റെ സമഗ്ര ജീവിത വ്യക്തിത്വ വികസനത്തിന്റെ ഒരു പരിശോധനമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന വേദി. അതായത് MBBS ഉള്ള അജിത് സാറിന്റെ കൂടെ MBBS ഇല്ലാത്ത അജയ് കുമാർ സാർ ഇരിക്കുന്നത് എന്തുകൊണ്ടും വളരെ അന്വർത്ഥമാണ്. കാരണം ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഭൂരിഭാഗം മക്കളും മാനസിക ആരോഗ്യ വീണ്ടെടുക്കാനായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ചികിത്സയുടെ ഒരു പരിപൂർണത എന്ന് പറയുന്നത് അതിന് പല ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ മാനസിക ഉല്ലാസം പ്രധാന ഘടകമാണ്, മരുന്ന് പ്രധാന ഘടകമാണ്, അവരോടുള്ള ആ കാരുണ്യത്തിന്റെ ഇടപെടൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ വേദിയിലെ നമ്മുടെ അജിത് സാറ് നമുക്ക് മരുന്നുകൊണ്ട് സൗഖ്യം തരുമ്പോൾ നമ്മളെ മാനസിക ഉല്ലാസത്തിലൂടെ നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മുടെ അജയ് കുമാർ സാറിനെ പോലുള്ള വ്യക്തികൾക്ക് തീർത്തും സാധിക്കുന്നുണ്ട്. അത് തന്നെ അജയ് കുമാർ സാർ ഒരു കണക്കിന് ഒരു ഭിഷഗ്വരൻ തന്നെയാണ്. നമ്മുടെ അജിത് സാറിനെ പോലെ തന്നെ MBBS ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ അജയ് കുമാർ സാർ ഡോക്ടർ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം